മാന്യമിത്രങ്ങളെ നമസ്കാരം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റത്തിനായി കാത്തിരിക്കുന്ന ഒരു ശബ്ദം, അതാണ് മറ്റൊരാൾ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളുടെ അനുഗ്രഹാശംസകളോടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന വിഷയത്തിൽ ഒരു പുതിയ എപ്പിസോഡ് പരമ്പര ആരംഭിക്കുകയാണ്. ഇന്ത്യൻ യൂത്ത് ഡെവലപ്മെൻറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഈ എപ്പിസോഡുകൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏവർക്കും നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഷേക്സ്പിയർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, വളരാൻ ആഗ്രഹിക്കാത്തവർ മാത്രമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതെന്ന്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ ആയിരിക്കാം. എന്തായാലും നമുക്ക് വളരാം, വികസിക്കാം, നമ്മുടേതായ ശൈലി കണ്ടെത്താം. നമ്മൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ബ്രാൻഡ്. പോരെ? ആവശ്യമെങ്കിൽ നമ്മെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു യാത്ര തുടങ്ങാം. എന്താ അഭിപ്രായം? സമ്മതമാണോ? എന്നാൽ ഇന്ന് തന്നെ നമുക്ക് യാത്ര ആരംഭിക്കാം. ഈ യാത്രയെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. കുഴപ്പമില്ലോ. പക്ഷെ ഇതൊരു കോഴ്സല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ജീവിതത്തെ പുതുതായി കാണാനുള്ള കണ്ണുകളാണ്, മനോഭാവങ്ങളാണ്. അതിനായി നമ്മെ തന്നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആരാണ് നിങ്ങളെ മാറ്റുന്നത്? മറ്റാരുമല്ല, ഒരു വിജ്ഞാന സ്ഫുരണമാണ്, ഒരു തീപ്പൊരിയാണ് നിങ്ങളെ മാറ്റുന്നത്. ശരിയായ ദിശയിൽ ഒരു ഉന്തു കൊടുത്താൽ ചിലർ ശരിയാവും എന്ന് കേട്ടിട്ടില്ലേ? വാസ്തവമാണത്. പിന്നെ നമ്മുടെ യാത്രയുണ്ടല്ലോ, അതൊരു പഠനയാത്രയല്ല കേട്ടോ, അതൊരു പരിവർത്തന യാത്രയാണ്. മനസ്സിൻ്റെ നിലവാരം ഉയർത്തുന്ന വ്യക്തിത്വ വികസന യാത്രയാണ്. ഇവിടെ ആസ്വാദനം മാത്രമല്ല, ഒരു നല്ല മനസ്സുള്ളവനായി മാറുക. ബി എ പേഴ്സൺ വിത്ത് എ പ്യുവർ മൈൻഡ് എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്കുണ്ട്. നാം ആരായി തീരുന്നു എന്നതാണ് നമ്മുടെ ലക്ഷ്യവും വിജയവും. അതിനായി പേഴ്സണാലിറ്റി എന്താണെന്നും അത് വികസിപ്പിക്കേണ്ട പ്രായോഗികമായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ. ഇതൊരു വാസ്തവമാണ്, യഥാർത്ഥ്യമാണ്. അതല്ലാതെ തിയറി കേട്ടതുകൊണ്ട് മാത്രം ഒരാളുടെ പേഴ്സണാലിറ്റി വികസിക്കില്ല, ഡെവലപ്മെൻ്റ് ആകില്ല. നല്ല ശീലങ്ങൾ വളർത്തി ആകർഷണീയമായ പെരുമാറ്റത്തിലൂടെ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ. നമുക്കറിയാം പേഴ്സണാലിറ്റി തന്നെ ലഭിക്കുന്നതല്ലെന്ന്. ആണോ? അത് ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ. വ്യക്തിത്വ വികസനത്തിൻ്റെ പ്രഥമ പടി എന്താ? സ്വന്തം കുറവുകൾ തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് വ്യക്തിത്വത്തിൻ്റെ പ്രഥമ പടി എന്ന് പറയുന്നത്. അതിന് സാധിക്കാത്തവരുടെ വ്യക്തിത്വം മുരടിച്ചു നിൽക്കും, സംശയമില്ല. എന്താ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ? അതിന് നിരവധി നിർവചനങ്ങളുണ്ടെങ്കിലും നമ്മളെ കാണുന്നവരുടെ കണ്ണിൽ ആദ്യമുണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ നിന്നാലും സംസാരിച്ചാലും പ്രവർത്തിച്ചാലും ചിരിച്ചാലും ഒക്കെ മറ്റുള്ളവരിൽ ഉളവാകുന്ന ഒരു പ്രഭാവം, അതാണ് പേഴ്സണാലിറ്റി. അതിനായി നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണല്ലോ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. തൻ്റെ പേഴ്സണാലിറ്റി എന്നും ഇങ്ങനെ മുൻനിരയിൽ വേണമെന്ന രീതിയൊന്നും വേണ്ട. അനുസരിക്കാനും അതോടൊപ്പം ആജ്ഞാപിക്കാനും സാധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ യാത്രയും പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനെല്ലാം നിങ്ങൾ റെഡിയാണ് എന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കിയാലും ഇന്ത്യയുടെ ആകാശത്തേക്ക് നോക്കിയാലും പൊരുതുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. വായനയും വാക്കും വിനയവും നിശ്ചയദാർഢ്യവും ശാലീനമായ പെരുമാറ്റവും ഒക്കെ കൊണ്ട് തന്നെ പുനഃസൃഷ്ടിക്കാനായി പരിശ്രമിക്കുന്ന ഒരാളെ,
അയാളാണ് നിങ്ങൾ. യെസ്, യു ആർ ദാറ്റ് പേഴ്സൺ. നിങ്ങളുടെ പൊരുതുന്ന മനസ്സിന് ഒരു പ്രതീക്ഷ നൽകാനാണ് ഈ എപ്പിസോഡുകൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കൊന്ന് പറയാമോ? ഞാൻ മാറും, ഐ വിൽ ചേഞ്ച്. തെറ്റുകൾ തിരുത്തി വളരും, കറക്റ്റ് മൈ മിസ്റ്റേക്ക്. ഒരു പുതിയ ഞാൻ, ബിക്കം എ ന്യൂ മീ. ഇവിടെയാണ് നിങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കം. അതോടൊപ്പം അടിസ്ഥാന വ്യക്തിത്വ ഗുണങ്ങളായ പരിഗണന, ആദരവ്, അംഗീകാരം, അഭിനന്ദനം, സഹായം, ഇതൊക്കെ എപ്പോഴും പെരുമാറ്റത്തിൽ നിഴലിക്കണം, പ്രകടിപ്പിക്കുകയും ചെയ്യണം. വിപരീത സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസം പൂരിക്കുന്ന പുഞ്ചിരിയോടെ പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതുപോലെ ആശയവിനിമയ കാഴ്ചപ്പാടുകൾ, ബോഡി ലാംഗ്വേജ്, മാനസിക ശക്തി, നമ്മുടെ പ്രതിഭകൾ, ആസ്വാദനം, അനുകമ്പ, നേതൃത്വം, തീരുമാനം, സാങ്കേതിക വിനയം എല്ലാം ഇതിൽ പ്രധാന ഘടകങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഞാൻ ഒന്ന് ചോദിക്കാൻ പോവുകയാണ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. താങ്കളെപ്പോലെ ഈ ലോകത്ത് താങ്കൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം അറിയാമോ എന്നതാണ് ചോദിക്കുന്നത്. മറ്റുള്ളവർ പറയുന്ന നീ അല്ല, നിന്റെ കഴിവിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുവാണോ? ഇല്ലെങ്കിൽ അതിന് സാധ്യമാക്കുക എന്നതാണ് നമ്മുടെ യാത്രയുടെ ആദ്യ ചുവടുവെപ്പ്. ഇനി നമ്മുടെ ജീവിതത്തിന് നമ്മൾ തന്നെ ഡയറക്ഷൻ കൊടുത്തു പോയാൽ മതി. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം നമുക്ക് തന്നെ അങ്ങോട്ട് ചെയ്യാന്നേ. അതിനെന്നാ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തമായ വ്യക്തിത്വം ഉണ്ടായിരുന്നിട്ടും ആ വ്യക്തിത്വത്തിൽ ജീവിക്കാതെ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിൽ ജീവിക്കേണ്ടി വന്നവരുടെ ഗതികേട് അല്ലേ? സ്വന്തമായ വഴികൾ ഉണ്ടായിരുന്നിട്ടും ആ വഴിയിലൂടെ നടക്കാതെ മറ്റുള്ളവൻ്റെ വഴിയിലൂടെ എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ നടക്കും? നമ്മൾ ജീവിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകാം, അത് സ്വാഭാവികമാണ്. പക്ഷെ സചേതനമായ നമ്മുടെ വ്യക്തിത്വം അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല, നശിക്കില്ല. ആ മൂല്യം അതിങ്ങനെ വ്യാപരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തിത്വ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇഷ്ട ദൈവ സ്വരൂപങ്ങൾ പോലും കുടികൊള്ളുന്നത്. ആയിരക്കണക്കിന് ദൈവസ്വരൂപങ്ങൾ ഇങ്ങനെ വാഴാൻ കാരണം എന്താ? അവരുടെ വ്യക്തിത്വ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ പൂജിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അവരുടെ ഗുണാംശങ്ങൾ കൂടി ശാംശീകരിച്ചെടുത്ത് അത് ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരണമെന്ന് പറയുന്നു. അതിനാരും തന്നെ തയ്യാറാകുന്നുണ്ടോ? പിന്നെ എങ്ങനെ വ്യക്തിത്വം വികസിക്കും? അതുകൊണ്ട് നമുക്കും ദൈവപുത്രന്മാരാകണം, ആകാം. സ്നേഹത്തോടെ ഈ 10 ദിവസത്തെ യാത്രയിൽ പങ്കാളികളാകാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സെക്കൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.